അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ ഒരു അഭിപ്രായ സർവേ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 403 അംഗ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല ലക്നൗ ആണ്. ലക്നൗ ജില്ലയിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDA സഖ്യവും 2 സീറ്റുകൾ വരെ BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല റായ്ബറേലിയാണ്. റായ്ബറേലിയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അമേഠിയാണ്. അമേഠിയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സുൽത്താൻപൂരാണ്. സുൽത്താൻപൂരിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഫറൂഖാബാദ് ആണ്. ഫറൂഖാബാദിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കനൌജിയാണ്. കനൌജി ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDA സഖ്യം നേടാനാണ് സാധ്യത. BJPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഔറയ്യയാണ്. ഔറയ്യ ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. PDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല കാൺപൂരാണ്. കാൺപൂരിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാൺപൂർ നഗർ ജില്ലയാണ്. കാൺപൂർ നഗറിൽ 10 സീറ്റുകളാണ് ഉള്ളത്. 10 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജലൗൺ ആണ്. ജലൗൺ ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDA സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഝാൻസിയാണ്. ഝാൻസി ജില്ലയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ലളിത്പൂരാണ്. ലളിത്പൂരിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും PDA സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഹമീർപൂരാണ്. ഹമീർപൂർ ജില്ലയിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 1 സീറ്റ് PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മഹോബയാണ്. മഹോബ ജില്ലയിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. PDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബന്തയാണ്. ബന്തയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിത്രകൂടാണ്. ചിത്രകൂടിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. PDA സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഫത്തേപൂരാണ്. ഫത്തേപൂരിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പ്രതാപ്ഗഡ് ആണ്. പ്രതാപ്ഗഡിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൗശാംബിയാണ്. കൗശാംബി ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDA സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജിൽ 12 സീറ്റുകളാണ് ഉള്ളത്. 12 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 6 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബരാബങ്കിയാണ്. ബരാബങ്കിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അയോധ്യയാണ്. അയോധ്യ ജില്ലയിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അംബേദ്കർ നഗർ ആണ്. അംബേദ്കർ നഗറിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബഹ്റൈച്ചാണ്. ബഹ്റൈച്ചിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും
4 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശ്രാവസ്തിയാണ്. ശ്രാവസ്തിയിൽ 2 സീറ്റുകളാണ് ഉള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും PDS സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബൽറാംപൂരാണ്. ബൽറാംപൂരിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗോണ്ടയാണ്. ഗോണ്ടയിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിദ്ധാർത്ഥ് നഗറാണ്. സിദ്ധാർത്ഥ് നഗറിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സെറ്റിൽമെന്റ് ആണ്. സെറ്റിൽമെന്റിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സഹാറൻപൂരാണ്. സഹാറൻപൂരിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഷാംലിയാണ്. ഷാംലി ജില്ലയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDS സഖ്യം നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മുസാഫർ നഗറാണ്. മുസാഫർ നഗറിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബിജ്നോറാണ്. ബിജ്നോറിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മൊറാദാബാദ് ജില്ലയാണ്. മൊറാദാബാദിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സംബാലാണ്. സംബാലിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാംപൂരാണ്. രാംപൂരിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അമ്രോഹയാണ്. അമ്രോഹയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മീററ്റ് ആണ്. മീററ്റിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബാഗ്പത്ത് ആണ്. ബാഗ്പത്തിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDS സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഗാസിയാബാദ് ആണ്. ഗാസിയാബാദിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗാസിപൂർ ആണ്. ഗാസിപൂരിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹാപ്പൂരാണ്. ഹാപ്പൂരിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗൗതം ബുദ്ധ നഗറാണ്. ഗൗതം ബുദ്ധ നഗറിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDS സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബുലന്ദ് ഷഹറാണ്. ബുലന്ദ് ഷഹറിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹത്രാസ് ആണ്. ഹത്രാസിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അലിഗഡ് ആണ്. അലിഗഡിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മധുരയാണ്. മധുരയിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDS സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആഗ്രയാണ്. ആഗ്ര ജില്ലയിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDS സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഫിറോസാബാദ് ആണ്. ഫിറോസാബാദിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും
4 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാസ്ഗഞ്ചാണ്. കാസ്ഗഞ്ചിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDA സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല എറ്റയാണ്. എറ്റയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മെയിൻപുരിയാണ്. മെയിൻപുരിയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബുധവനാണ്. ബുധവനിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബറേലിയാണ്. ബറേലി ജില്ലയിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പിലിഭിത്താണ്. പിലിഭിത്തിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഷാജഹാൻപൂരാണ്. ഷാജഹാൻപൂരിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ലഖിംപൂർ ഖേരിയാണ്. ലഖിംപൂർ ഖേരിയിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 5 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സീതാപൂരാണ്. സീതാപൂരിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 6 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹർദോയാണ്. ഹർദോയിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 6 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഉന്നാവയാണ്. ഉന്നാവയിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സന്ത് കബീർ നഗർ ആണ്. സന്ത് കബീർ നഗറിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മഹാരാജ് ഗഞ്ചാണ്. മഹാരാജ് ഗഞ്ചിൽ 5 സീറ്റുകളാണ് ഉള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗോരഖ്പൂരാണ്. ഗോരഖ്പൂരിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കുശിനഗറാണ്. കുശിനഗറിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അസംഗഡ് ആണ്. അസംഗഡിൽ 10 സീറ്റുകളാണ് ഉള്ളത്. 10 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 6 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഡിയോറിയയാണ്. ഡിയോറിയയിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മൗ ആണ്. മൗവിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബല്ലിയയാണ്. ബല്ലിയ ജില്ലയിൽ 7 സീറ്റുകളാണ് ഉള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ജൗൻപൂർ ആണ്. ജൗൻപൂരിൽ 9 സീറ്റുകളാണ് ഉള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ PDA സഖ്യവും 1 സീറ്റ് BSPയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചന്ദൗലിയാണ്. ചന്ദൗലിയിൽ 4 സീറ്റുകളാണ് ഉള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വാരണാസിയാണ്. വാരണാസിയിൽ 8 സീറ്റുകളാണ് ഉള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 5 സീറ്റുകൾ വരെ PDAയും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സോൻഭദ്രയാണ്. സോൻഭദ്രയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് PDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭദോഹിയാണ്. ഭദോഹിയിൽ 3 സീറ്റുകളാണ് ഉള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും PDA സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഫത്തേപൂരാണ്. ഫത്തേപൂരിൽ 6 സീറ്റുകളാണ് ഉള്ളത്. 6 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ PDA സഖ്യവും നേടാനാണ് സാധ്യത. ഉത്തർപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 403 സീറ്റുകളിൽ BJP സഖ്യം 144 സീറ്റുകൾ വരെയും
എസ് പി കോൺഗ്രസ് ഇടത് സഖ്യമായ PDA സഖ്യം 237 സീറ്റുകൾ വരെയും, BSP 17 സീറ്റുകൾ വരെയും, മറ്റുള്ളവർ 5 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.